അപ്പൊ നിന്റെ വീട്ടിൽ എന്നും ബിരിയാണിയാ? പിന്നെ എല്ലാ നോമ്പായതുകൊണ്ട് ഓരോ ദിവസം ഓരോ ബിരിയാണിയാ. ചിക്കനും മട്ടനും ബീഫും ഓരോ ദിവസം ഓരോ ബിരിയാണി ഉണ്ടാക്കും. നിന്റെ വീട്ടിലോ? ആ, എൻ്റെ വീട്ടിലുണ്ടാക്കും. ഉമ്മ, ഇന്ന് നമുക്ക് ബിരിയാണി അല്ലേ? ഇങ്ങനെ ഒരു ബിരിയാണി കൊതിയൻ. അതല്ല ഉമ്മ, ആസിഫില്ലേ, അവനും ബിരിയാണി നല്ല ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ എന്നും ബിരിയാണിയാന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമായി. ആസിഫേ, ഞാനാക്കി തരാം. ഓ, നന്നായി. ആ, വാങ്ങി വിളിച്ചല്ലോ. അപ്പൊ ശരിടാ, നാളെ കാണാം. നിന്നാറാ എന്ത് ബിരിയാണിയാ? വീട്ടിലുണ്ടാക്കിയതാ. ബിരിയാണി? കഴിച്ചു നോക്കിയിട്ട് പറയണ്ട. പോട്ടെ. പങ്കിടുന്ന കൈകളിലാണ് യഥാർത്ഥ സമ്പത്ത്. പുണ്യ റമദാൻ ആശംസകൾ.